ഹായ്, ഞാൻ മോളിവക്ക്. ഇന്നത്തെ കുറച്ച് സ്റ്റിച്ചിങ് കണ്ടല്ലോ. അതിന് മുന്നേ ഒരു സഹാദാർജ്യം കാണിച്ചു തരാം കേട്ടോ. എനിക്കൊരു കസ്റ്റമർ കൊണ്ടു തന്നതാണ് കുഴലപ്പം. എങ്ങനെയുണ്ടെന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാവേ. ഇതവിടെ ഇരിക്കട്ടെ തൽക്കാലം. അപ്പോൾ ഇത് കണ്ട് നോക്കാം. ഇതൊരു കസ്റ്റമർ ബ്ലൗസാണ്. 7 ബ്ലൗസ് ഉണ്ട്. 7 ബ്ലൗസ്. ഇത് ലൈനിങ് അല്ല കേട്ടോ, ഓർഡിനറി ബ്ലൗസാണ് 7. ഇത് നമുക്ക് അയൺ ചെയ്തിട്ട് വരാം. നല്ല അയൺ ചെയ്ത് ഇട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ. ഏത് തുണിയാണെങ്കിലും നമ്മൾ അയൺ ചെയ്ത് കട്ട് ചെയ്താൽ അതിന് വൃത്തിയിൽ തയ്ക്കാൻ പറ്റുള്ളൂ. നല്ല വൃത്തിയിൽ തയ്ക്കണമെങ്കിൽ നല്ല അയൺ ചെയ്ത് നല്ല നീറ്റായിട്ട് വയ്ക്കണം. ഞാൻ ഒരു 3 എണ്ണമൊക്കെ ഞാൻ ഒന്നിച്ചിട്ട് കട്ട് ചെയ്യും. ബാക്കിയുള്ളത് പിന്നെ അതിൻ്റെ മേലെ വെച്ച് കട്ട് ചെയ്യുക കേട്ടോ ചെയ്യുക. അതിന് മേലെ കട്ട് ചെയ്യുമ്പോൾ എൻ്റെ കൈ വേദന. അല്ലെങ്കിൽ എനിക്ക് കൈക്ക് കുറച്ച് പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് ഞാൻ അങ്ങനെ ഒന്നിച്ചിട്ട് കട്ട് ചെയ്യില്ല. 3 എണ്ണമൊക്കെ ഒന്നിച്ചിട്ട് കട്ട് ചെയ്യും. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് കൊണ്ടുപോയിട്ട് കട്ട് ചെയ്തിട്ട് വരാം. എല്ലാം 2 സൈഡും ഒപ്പം വെച്ച് കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ. നല്ല അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ പാടായിരിക്കും. ഇതിൽ 2 തുണി മാത്രമേ തുണിയുള്ളൂ. ബാക്കി 5 എണ്ണം തുണി കുറവാണ്. ഞാൻ അവരോട് എപ്പോഴും പറയും 1.25 മീറ്റർ തുണി എടുക്കണമെന്ന്. നല്ല ഹൈറ്റും വെയിറ്റും ഉള്ളവരാ. പക്ഷേ 2 എണ്ണം മാത്രമേ 1.25 മീറ്റർ ഉള്ളൂ. ബാക്കിയെല്ലാം 1 മീറ്ററേ ഉള്ളൂ. ഇനി ഞാൻ അവിടെ ഇവിടെയൊക്കെ അതിന് ജോയിൻ്റ് ഇട്ട് ആക്കിയെടുക്കണം. വേറെ വഴിയില്ല, ബാക്കി പോയില്ലേ. ഇത് അങ്ങനെ കട്ട് ചെയ്തെടുത്ത് അങ്ങനെ എല്ലാം കട്ട് ചെയ്തെടുത്തേ. ഒരുവിധം അതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് ഇത് ഞാൻ അങ്ങ് മാറ്റി വയ്ക്കുക. ഇതിപ്പോൾ ഇന്ന് എടുക്കുന്നില്ല. എന്നാൽ ഇതിന് കഴിഞ്ഞ് അർജൻറ്റുള്ളത് വേറെ 2-3 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതങ്ങ് മാറ്റി വെച്ചിട്ട് അടുത്തത് നോക്കാം. ഇത് 2 പേർക്ക് 2 സാരി ഉണ്ട് കേട്ടോ. ഇതിന് പാച്ച് വർക്ക് വെക്കാൻ വേണ്ടിയുള്ള തുണി, മാച്ചിങ് തുണിയാണ്. 2 ആൾക്കും ഒരേ സാരി ഒരേ ഇതിലാണ് കേട്ടോ വരിക. ഇത് ഞാൻ ഈ ഇതെടുത്തപ്പോൾ ഒന്നും വീഡിയോ മാറിപ്പോയതാണ്. ഇത് ഒരാളുടെ ഡിസൈനാണ് കേട്ടോ. ഇത് നമ്മൾ പാച്ച് വർക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് നല്ല ക്ഷമയോടെ ചെയ്യണം കേട്ടോ. എന്നാലേ അത് വൃത്തിയിൽ വരത്തുള്ളൂ. അപ്പോൾ അത് അങ്ങനെ വൃത്തിയിൽ നമ്മളതൊന്ന് ചെയ്തെടുക്കാം. ഇത് നല്ല മുട്ട സൂചി വെച്ച് നല്ല കറക്റ്റ് പിൻ ചെയ്ത് എടുക്കണേ. അപ്പോഴേ അത് കറക്റ്റ് കിട്ടുള്ളൂ. ഇത് സ്ലീവിൻ്റെ കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തപ്പോൾ മൊബൈൽ തിരിച്ച് എടുത്തു പോയി കേട്ടോ. ഒന്ന് ക്ഷമിക്കണേ. ഇത് ഒരാളുടെ ഡിസൈനാണ് കേട്ടോ. ഇതിലേക്ക് ഇത് ഒരു ചുരിദാർ. ഇത് വേറെ കസ്റ്റമറാണ്. ഇത് ഇന്ന് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് അതും കൂടി അങ്ങ് തീർത്ത് കൊടുത്തേക്കാം. ഈ പാച്ച് വർക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ലേറ്റാവും കേട്ടോ. ഒരു ദിവസം ചിലപ്പോൾ 2 ബ്ലൗസൊക്കെ തയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് ചുരിദാറും കൂടെ കൂട്ടിയിട്ട് നമുക്ക് ഇത് ഉണ്ടോ ഇതാട്ടോ. 2 സാരി ഒരേപോലെ കേട്ടോ. അത് ഞാൻ മടക്കിയപ്പോൾ കുറച്ച് തിരിച്ചു പോയത്. 2 ഒരേ സാരി ഒരേ ഡിസൈനാണ്. ഒരു ഏട്ടത്തിയനിയത്തി എന്ന് വെച്ചാൽ ഒരു വീട്ടിലെ മരുമക്കളാണ് കേട്ടോ. അവരെപ്പോഴും ഒരേ മോഡലിൽ ആണ് തയ്ക്കുക. ഞാനാണ് പറഞ്ഞത് എപ്പോഴും ഒരേ മോഡലിൽ തയ്ക്കില്ല, മാറ്റി മാറ്റി തയ്ക്കുമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ അവരിപ്പോൾ മാറ്റി തയ്ക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ ഒരേ സാരി ഒരേ മോഡലായിരുന്നു തയ്ക്കുക. ഇതൊരാളതാ കേട്ടോ. ഇത് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ. കൊള്ളാവോ? ഇനിയൊന്ന് ഇതാണ് കേട്ടോ. ഇതിന് ഇച്ചിരി അതിന് കഴിഞ്ഞ പണി കൂടുതലാണേ. ഇതിന് നല്ല അവർക്ക് സ്റ്റോൺ ബീഡ്സ്, ഇത് സ്റ്റോൺ ലേസ് മതി എന്ന് പറഞ്ഞിട്ട് ഡിസൈനൊക്കെ അവരയച്ചു തരുന്നതാണ് കേട്ടോ. അവരയച്ചു തന്ന ഡിസൈനാണ്. കൈക്ക് ഇത് ഒക്കെ എല്ലാം ഒരു ഡിസൈൻ അവരയച്ചു തരും. അത് വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഇഷ്ടപ്പെട്ടാൽ പറയണേ. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ഇത് ചുരിദാർ കേട്ടോ. ഇത് അവരതല്ലാട്ടെ, ഇത് വേറൊരു കസ്റ്റമറുതാണ്. അപ്പോൾ ഇത് നമ്മളെ അതിൻ്റെ പാൻറ്റ് കേട്ടോ. ഇത് നമ്മുടെ ക്രഷ് പാൻറ്റ്, നമ്മുടെ കുർത്തി പാൻറ്റ് ആണ് കേട്ടോ അതിന്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ അല്ലേ?